അരനൂറ്റാണ്ടായി LDF കോട്ടയായി തുടരുന്ന വാമനപുരം മണ്ഡലത്തിൽ ആരു വാഴുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഒരു മാസത്തോളം നീണ്ടുനിന്ന കാത്തിരിപ്പിന് വിരാമമിട്ട് നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലായി ആകെ 231 ബൂത്തുകളിൽ നിന്നായി 1,45,499 വോട്ടർമാരാണ് ഇത്തവണ ജനവിധി രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF ഭരിക്കുന്ന നെല്ലനാട് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. നെല്ലനാട് പഞ്ചായത്തിലെ 1-ാം ബൂത്തായ പരമേശ്വരം LP സ്കൂളിലെ 753 വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ എണ്ണുന്നത്. തുടർന്ന് ആലന്തര UP സ്കൂളിലെ 1-ാം ബൂത്തിലെ 741 വോട്ടുകളും 2-ാം ബൂത്തിലെ 430 വോട്ടുകളും എണ്ണും. നെല്ലനാട് കഴിഞ്ഞാൽ വാമനപുരം പഞ്ചായത്തും തുടർന്ന് മറ്റ് പഞ്ചായത്തുകളും എന്ന ക്രമത്തിലായിരിക്കും വോട്ടെണ്ണൽ പുരോഗമിക്കുക. ആകെ 231 ബൂത്തുകളുള്ള മണ്ഡലത്തിൽ 102 വോട്ടുകൾ മാത്രം രേഖപ്പെടുത്തിയ പൊന്മുടി ബൂത്തിലാണ് ഏറ്റവും കുറച്ച് വോട്ടുകളുള്ളത്. അതേസമയം 955 പേർ വോട്ട് ചെയ്ത പുല്ലമ്പാറ പഞ്ചായത്തിലെ വഴിയേക്കാവ് വാർഡിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDFനായി DK മുരളി മണ്ഡലം നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. എന്നാൽ യുവനേതാവ് സുധീർ ഷാ പാലോടിനെ രംഗത്തിറക്കി വൻ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പ്രമുഖ എക്സിറ്റ് പോളുകൾ LDF സ്ഥാനാർത്ഥി DK മുരളിയുടെ വിജയം പ്രവചിച്ചത് LDF ക്യാമ്പുകൾക്ക് ആശ്വാസമായിട്ടുണ്ട്. വാശിയേറിയ പ്രചാരണം നടന്ന മണ്ഡലത്തിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ തന്നെ കൃത്യമായ ചിത്രം വ്യക്തമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.